Hi friends, it's me Albin and welcome to Albin's Hub. അപ്പം ഗൈസ് നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനനായകന്റെ ട്രെയിലർ ഒരു കറക്റ്റ് 6:45 നാട്ടിൽ 6:45 വിട്ടിട്ടുണ്ട്. നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന സമയം ഇവിടെ 8:59 9 മണിയായി. നമ്മുടെ ദളപതിയുടെ ലാസ്റ്റ് മൂവി എന്ന ടൈറ്റിലോടെ വരുന്ന ജനനായകന്റെ ട്രെയിലർ അവിടെ വിട്ടിട്ടുണ്ട്. ജനുവരി 9-നാണ് പടം റിലീസിന് വരുന്നത്. എച്ച് വിനോദാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. കെവിൻ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദളപതിയാണ് നായകൻ. പൂജ ഹെട്ടുണ്ട്, ബോബി ഡോൾ, മമിത ബൈജു, അങ്ങനെ ഒരുപാട് പേര് അണിചേർന്ന ജനനായകൻ. അപ്പോൾ നമുക്ക് ആദ്യം ട്രെയിലർ കണ്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം. നമ്മുടെ ദളപതിയൊക്കെ എങ്ങനെയുണ്ട്, ലുക്ക്, കാര്യങ്ങൾ, സ്റ്റോറി എല്ലാം നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം റിയാക്ഷനിലോട്ട് പോവാം. ഒരു സാധനം കൂടിയേ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത് മറക്കരുത്. നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുന്നോട്ട് ഇനിയും കയറി വരാൻ പറ്റുള്ളൂ. അപ്പം ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ചെറിയതായിട്ട് കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ஒரு பேர் அடிச்சிருங்க, அவன் யார் என்னன்னு விசாரிச்சு சொல்ல. ദളപതി தொட்டுலையே കെവിൻ പ്രൊഡക്ഷൻസ്. சம்பவம் பண்றவனு கேள்விப்பட்டிருப்ப, அதுல ரெக்கார்டு வைக்கிறவனு கேள்விப்பட்டிருக்கியா? தளபதி தொட்டுறாத ஸ்பைஸ் போட்டுவாப்ல. ഇത് மாற்றி இதாக்கிட்டு அந்த செய்த சம்பவம் எல்லாம் சூப்பரா இருக்கும்னு சொல்லுவாங்க. டபுள் பொண்ணுங்களுக்கு பயம் இருக்க கூடாது. விஜய புலி மாதிரி வளர்க்கும். இந்த வருஷமாவது ஆர்மி அப்ளிகேஷன்ல ஒழுங்கா கையெழுத்து போடணும். சொன்னவன் யாரு யாரு? Let's play a game. இன்னிலிருந்து 30வது நாள் இந்தியா என் காலடியில வந்து விழும். என்ன பிளான்? ஓயம் அழிவு. எனக்கு நார்மலா வேண்டாம். பாரு என் கை எப்படி நடக்குது. விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். மக்களுக்கு நல்லது பண்றேன்னு இதுக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. அவங்க ஜெயிக்க கூடாது. உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்றேன். எவனா இருந்தாலும் சரி, சிக்னேச்சர் தான். திரும்பி போற ஐடியாவே இல்ல. ஐ ஆம் கமிங். மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்குறா. அரசியலுக்கு வரீங்க. ഹലോ മാഡം, ലണ്ടൻ പോണതേ. അയ്യോ ഗൈസ്, സെറ്റ് സാധനം. ആക്ച്വലി ഇന്നത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ദളപതി സ്ഥിരം സെയിം സാധനങ്ങളുണ്ട്. ഇത് പിന്നെ സിഗ്നേച്ചറാന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഉള്ളത് ഇത് മാറ്റി ഇതുമാക്കി ഐ ആം വെയിറ്റിംഗ് എന്നുള്ളത് ഐ ആം കമ്മിങ് എന്നുള്ളതാക്കി. പൊളിറ്റിക്സിലോട്ടുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടുള്ളൊരു പടം, അങ്ങനെയും ആവാം. ലുക്ക് ഈസ് അടിപൊളിയാണ്. ഓൾവേസ് ദളപതിസ് ലുക്ക് ഈസ് ഓൾവേസ് ഗുഡ്. എന്തായാലും അടിപൊളി ലുക്ക് കാര്യങ്ങളാണ്. മമിത മോനെ അടിപൊളി ക്യാരക്ടറാണ് എന്തായാലും കിട്ടിയിട്ടുള്ളത്. എന്താ പറയുക, പുള്ളിക്കാരി എന്തായാലും നല്ല റോളുകൾ നല്ല രീതിയിൽ ചെയ്ത് ഫലിപ്പിക്കാറുണ്ട്. അപ്പം
നല്ല ഇതാണ്. പൂജ പിന്നെ അവിടെ ഇവിടെയും ചെറിയൊരു സീൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. വില്ലൻ പക്ക അടിപൊളി വില്ലനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ മേക്കിംഗ് ഒക്കെ ട്രെയിലർ വെച്ച് നമ്മളിപ്പോൾ ബീസ്റ്റ് എന്ന സിനിമ എൻ്റെ ട്രെയിലർ കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് ബീസ്റ്റ്. പക്ഷേ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. എന്താ പറയുക, ലുക്ക് വൈസ് ദളപതി ഓക്കെ, ബട്ട് എന്താ പറയുക നമുക്ക് ആ സ്റ്റോറി ഒന്നും അങ്ങ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്തൊക്കെയോ കാണിച്ചു കുട്ടികളെ. അപ്പോൾ ജനനായകൻ ലാസ്റ്റ് പടമാണ്, അപ്പം പുള്ളി നല്ല രീതിയിൽ അത് ചൂസ് ചെയ്ത് എന്താ പറയുക തിയേറ്റർ കൊണ്ടാട്ടം ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫാൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്തായാലും. അത് മറ്റു ഓഡിയൻസിനും അല്ലെങ്കിൽ എന്താ പറയുക ഒന്ന് ഓക്കെ ആയി, അല്ലെങ്കിൽ എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ സിനിമ വരട്ടെ, ഫുൾ പവറിൽ വരട്ടെ എന്നും ഇനിയുള്ള ബാക്കിയുള്ള പുള്ളിയുടെ എന്താ പറയുക ജീവിതത്തിലോട്ടുള്ള പുതിയ പയനത്തിൽ എല്ലാവരുടെയും സപ്പോർട്ടും നല്ല രീതിയിലെല്ലാം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ജനുവരി 9 നമുക്ക് ജനനായകൻ തിയേറ്ററിൽ പോയി കണ്ടു നോക്കാം, എങ്ങനെ ഉണ്ടെന്നറിയാം. അപ്പോൾ ആ സിനിമ ട്രെയിലർ എന്തായാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഫുൾ വയലൻസ് ആണെന്നാണ് പറയുന്നത്. സിനിമ ഫുള്ള് 2 തവണ സെൻസർ ചെയ്തെന്ന് പറയുന്നത്. മൊത്തം 3 മണിക്കൂറിനടുത്ത് പടമുണ്ട്. 2 സംതിങ് പടവും ബാക്കി ഫുള്ള് വിജയണ്ണന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ട് ആയിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യാം. പാട്ടായാലും ഡാൻസ് ആയാലും നമുക്ക് അടിച്ച് പൊളിച്ച് തകർക്കാം. അപ്പൊ ജനുവരി 9 തിയേറ്ററിൽ വെച്ച് കാണാം. സി യു.